ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അല്ലാതെ ഒരുപാട് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 6ാം ക്ലാസ്സിലുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, അതിൻ്റെ ഉത്തരവും ഇതിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 6ാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. ആ സമയത്ത് നമ്മൾ ചോദ്യങ്ങളൊക്കെ നല്ലവണ്ണം വായിച്ച് നോക്കുക. നമുക്ക് എത്ര ആക്ടിവിറ്റി ചെയ്യണം? നമുക്ക് 6 ആക്ടിവിറ്റീസാണ് തരിക. നമുക്ക് 5 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. അതിൽ ആക്ടിവിറ്റി 1 എല്ലാവർക്കും അറിയാം, കോംപ്രിഹെൻഷനാണ്. ഒരു പാസേജ് തരും, അതിൽ തന്നെ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഉണ്ടാവും. നമ്മൾ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ആക്ടിവിറ്റി 1 കമ്പൽസറിയാണ്, അതെന്തായാലും നമ്മൾ ചെയ്യണം. പിന്നെ നമുക്കെല്ലാം അറിയാം, ഒരു എഡിറ്റിംഗ് ഉണ്ടാകും. അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരും എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്നതൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. എഡിറ്റിംഗ് ഉണ്ടാവും, കോൺവെർസേഷൻ ഉണ്ടാവും, ഡയറി തോട്ട്സ് കോൺവെർസേഷന് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ മോഡലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മളെല്ലാത്തിനെയും കുറിച്ച് ഒരു അറിവ് സമ്പാദിക്കൽ മസ്റ്റാണ്. ഏത് ചോദ്യം വരിക എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മളെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. അപ്പോൾ ഒരു സ്റ്റോറിയാണ്, നമുക്ക് നോക്കാം. ആരണ്യ ഈസ് എ ബിഗ് ഫോറസ്റ്റ്. ആരണ്യ എന്ന് പറയുന്ന ഒരു വലിയ ഫോറസ്റ്റാണ്. ഓൾ ആനിമൽസ് ലിവ്ഡ് ഹിയർ. എല്ലാ ആനിമൽസും അവിടെ ഉണ്ടായിരുന്നു. പപ്പു ദ എലിഫൻറ്റ് ലിവ്ഡ് ഹിയർ വിത്ത് ഹിസ് പാരൻസ്. എവറി വൺ ലവ്ഡ് പപ്പു. അപ്പോൾ പപ്പു ഒരു എലിഫൻ്റാണ്, അവൻ്റെ പാരൻസിൻ്റെ കൂടെ അവിടെ താമസിച്ചിരുന്നു. എല്ലാവർക്കും പപ്പുവിനെ ഇഷ്ടമാണ്. എവരി വൺ ലവ്ഡ് പപ്പു. വൺ സണ്ണി മോർണിംഗ്, നല്ല ശാന്തസുന്ദരമായ ഒരു രാവിലെ, പപ്പു വെൻറ്റ് സെർച്ച് ഓഫ് ഫുഡ്. പപ്പു എന്തിനു പോയി? ഫുഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. സഡൻലി ഹീ സോ എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ്. ആരെ കണ്ടു? എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ്, വേട്ടക്കാരെ കണ്ടു. ദേ വെർ സെറ്റിംഗ് അപ്പ് ട്രാപ്സ് ടു ക്യാച്ച് ആനിമൽസ്. അവരെന്താ അവിടെ ചെയ്യുന്നത്? അവർ ട്രാപ്സ്, അതായത് കെണി ഒരുക്കുകയാണ്. ആനിമൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കെണി ഒരുക്കുകയാണ്. ഓ മൈ ഫ്രണ്ട്സ് ആർ ഇൻ ഡേഞ്ചർ. ഓ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം അപകടത്തിലാണ്. വാട്ട് ഷാഡ് ഐ ഡു. ഞാൻ എന്ത് ചെയ്യും? പപ്പു തോട്ട്. പപ്പു അങ്ങനെ ചിന്തിച്ചു. ഈ സൂൺ ട്രംപറ്റ് ലൗഡ്ലി. അപ്പോൾ തുമ്പിക്കൈ കൊണ്ട് നല്ലോണം ചിഹ്നം വിളിച്ചു. ഓൾ ദ ആനിമൽസ് ഹിയർഡ് പപ്പൂസ് ട്രംപറ്റ്. അപ്പോൾ എല്ലാവരും പപ്പുവിൻ്റെ ഈ ചിഹ്നം വിളി കേട്ടു. ദേ ന്യൂ ദ ഡേഞ്ചർ ആൻഡ് ഹൈഡ് ദംസെൽസ്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി എന്തോ ഒരു അപകടമുണ്ട്, അതുകൊണ്ട് അവരെല്ലാം ഒളിച്ചു നിന്നു. ഹൈഡ് ദംസെൽസ്. പപ്പു റാൻ ബാക്ക് ഹോം. പപ്പു ഓടി വീട്ടിലേക്ക് തന്നെ വന്നു. ഓൺ ഹിസ് വേ ബാക്ക് ഹി ആക്സിഡൻ്റലി ഫെൽ ഇൻ ടു ബിഗ് പിറ്റ്. അപ്പോൾ ഇങ്ങനെ ഓടുന്ന വഴി അവൻ എവിടെ വീണു? ഒരു വലിയ കുഴിയിൽ. പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴി. വലിയൊരു കുഴിയിൽ വീണു. ഓ നോ, ഐ ആം ട്രാപ്ഡ്. ഹൂ വിൽ സേവ് മീ? ഓ ഗോഡ്, ഞാൻ ട്രാപ്പിലകപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യും? ആരെന്നെ രക്ഷിക്കും? പപ്പു ബിഗാൻ ടു ക്രൈ. പപ്പു കരയാൻ തുടങ്ങി. ചിന്നു ദ സ്ക്വിറൽ ഹിയർഡ് ദ ക്രൈ ഫ്രം ദ ട്രീ ടോപ്പ്. അപ്പോൾ ഇത് ആര് കേട്ടു? ചിന്നു ഒരു സ്ക്വിറലാണ്. ട്രീ ടോപ്പ്, മരത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ ഈ കരച്ചിൽ കേട്ടു. ഹെൽപ്പ് ഹെൽപ്പ്, പപ്പു ഹാസ് ഫോളൻ ഇൻ എ പിറ്റ്. സഹായിക്കൂ സഹായിക്കൂ, പപ്പു പിറ്റിൽ വീണു, കുഴിയിൽ വീണു. ചിന്നു ക്രൈഡ് ലൗഡ്ലി. ചിന്നു ഉച്ചത്തിൽ കരഞ്ഞു. ഓൾ ആനിമൽസ് കെയിം ടു ഹെൽപ്പ് പപ്പു. പപ്പുവിനെ സഹായിക്കാൻ എല്ലാവരും വന്നു. പപ്പൂസ് പാരൻസ് ഓൾസോ റീച്ച്ഡ് ദർ. പപ്പുവിൻ്റെ പാരൻസും വന്നു. ഓൾ ദം ടുഗദർ പുൾഡ് പപ്പു ഔട്ട്. എല്ലാവരും കൂടി പിടിച്ചു കയറ്റി. പപ്പു വേവ്ഡ് ഹിസ് ഇയേഴ്സ് ടു ഷോ ഹിസ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവൻ്റെ ആ ലവും സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയും അറിയിക്കാൻ വേണ്ടി അവൻ്റെ 2 ചെവികളും വീശി. ഇതാണ് നമ്മുടെ സ്റ്റോറി. പപ്പുവിനെ കുറിച്ചാണ് നമുക്ക് സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളുണ്ട്, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വേർ ഡിഡ് പപ്പു ലീവ്. പപ്പു എവിടെയാണ് താമസിച്ചത്? അത് ആദ്യത്തെ സെൻറ്റൻസിലുണ്ടല്ലേ. പപ്പു അരണ്യ ഈസ് എ ബിഗ് ഫോറസ്റ്റ്, ഹോൾ ആനിമൽസ് ലിവ്ഡ് ഹിയർ. അത് നമുക്കൊരു സെൻറ്റൻസിലാക്കി എങ്ങനെ എഴുതാം? പപ്പു ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. അപ്പോൾ പപ്പു ലിവ്ഡ് ഇൻ ആരണ്യ എ ബിഗ് ഫോറസ്റ്റ്. പപ്പു എവിടെ താമസിച്ചത്? ആരണ്യയിലാണ്, അതൊരു ബിഗ് ഫോറസ്റ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് പപ്പു സീ ഓൺ ഹിസ് വേ ഇൻ സെർച്ച് ഓഫ് ഫുഡ്.
അപ്പോൾ ഫുഡ് അന്വേഷിച്ച് പോകുമ്പോൾ എന്താണ് കണ്ടത്? എ ബെഞ്ച് ഓഫ് ബനാനാസ്, ഒരു കൂട്ടം പഴം. എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ്, വേട്ടക്കാർ. എ റിവർ ഫ്ലോയിങ്, ഒരു നദി ഒഴുകുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് എന്നാണ്. നമ്മൾ എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. എന്താണ്? സഡൻലി ഹീ സോ എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് 3. തേർഡ്, വാട്ട് ഹാപ്പൻ ടു പപ്പു ഓൺ ഹിസ് വേ ബാക്ക് ഹോം. ഹോമിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അതിവിടെ എവിടെയോ ഉണ്ടല്ലേ. പപ്പു ഹാസ് ഫോളൻ ഇൻ എ പിറ്റ് അല്ലേ. പപ്പു ഒരു കുഴിയിൽ വീണിവിടെ ഉണ്ടല്ലേ. പപ്പു ഹാസ് ഫോളൻ ഇൻ എ പിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പപ്പു ആക്ച്വലി ഫെൽ ഇൻ ടു എ ബിഗ് ബിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ വേർഡ് ഔട്ട് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് എ ലൗഡ് സൗണ്ട് മെയ്ഡ് ബൈ ആൻ എലിഫൻറ്റ്. എലിഫൻറ്റ് ഉണ്ടാക്കുന്ന ആ വലിയ ശബ്ദത്തിനെ നമ്മൾ എന്താ പറയുക? ട്രംപറ്റഡ് അല്ലേ. എ ലൗഡ് സൗണ്ട് മെയ്ഡ് ബൈ എലിഫൻറ്റ് ഈസ് ട്രംപറ്റഡ്. അതാണ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഡേഞ്ചറാണെന്ന് കണ്ടത് തന്നെ എല്ലാവരെയും വിളിച്ച് അറിയിച്ചു അല്ലേ. ഹീ സൂൺ ട്രംപറ്റഡ് ലൗഡ്ലി. ഓക്കെ, ട്രംപറ്റ്. ഇനി അടുത്തത് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി പപ്പു വാസ് അല്ല ലാസ്റ്റ് എന്താണ്? പപ്പു ഹാപ്പി അല്ലേ. അപ്പോൾ ഹാപ്പിൻ്റെ സ്മൈൽ ഇവിടെ ഉണ്ടല്ലേ. അപ്പം ബി നമുക്ക് തിരഞ്ഞെടുക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി പപ്പു വാസ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ഷോഡ് ഹിസ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവൻ എന്താണ്? ഹാപ്പിയാണ്. അപ്പോൾ കോംപ്രിഹെൻഷൻ വളരെ സിമ്പിൾ അല്ലേ. എല്ലാവർക്കും 5 മാർക്ക് ഇതിൽ കരസ്ഥമാക്കാം. അപ്പോൾ ആരും മിസ്സാക്കരുത്. എല്ലാവരും ഈ പാസേജ് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുകയാണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വായിക്കുക. ഒന്നുകൂടി വായിക്കുമ്പോൾ ഈ ഒരു പപ്പു ലീവ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ വേർഡൊക്കെ ഇവിടെ എവിടാ നോക്കുക. ഓൾ ആനിമൽസ് ലിവ്ഡ് ദർ. അപ്പോൾ നോക്കുക, അതിൻ്റെ തൊട്ട ബാക്കിലുള്ളതായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ നുറുക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്തായാലും ആക്ടിവിറ്റി 1ൻ്റെ മാർക്ക് നേടണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് എന്താണ്? ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഡിസ്ക്രിപ്ഷൻ. ഹോപ്പ് യു റിമെമ്പർ അപ്പു ഇൻ ദ സ്റ്റോറി മേക്കിംഗ് മാംഗോ പിക്കിൾ. മാംഗോ പിക്കിൾ ഉണ്ടാക്കിയ കഥയൊക്കെ നമ്മൾ വായിച്ചല്ലോ. ഇറ്റ് വാസ് അപ്പൂസ് ബർത്ത്ഡേ. അപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്. ആമിന തോട്ട് ഓഫ് മേക്കിംഗ് സം ഫ്രൂട്ട് സാലഡ്. ലെറ്റ് us ഹെൽപ്പ് ഹെർ പ്രിപ്പയർ ഇറ്റ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പുവിൻ്റെ. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫ്രൂട്ട് സാലഡ്. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടേക്ക് സം ഫ്രഷ് ഫ്രൂട്ട്സ് ലൈക്ക്. അപ്പം കുറച്ച് ഫ്രഷ് ഫ്രൂട്ട് എടുക്കുക. കട്ട് ഈച്ച് ഫ്രൂട്ട് ഇൻ ടു സ്മോൾ പീസസ്. എല്ലാ ഫ്രൂട്ടിനെയും നമ്മൾ എന്താക്കണം? ചെറിയ പീസസ് ആക്കണം. കട്ട് ഈച്ച് ഫ്രൂട്ട് ഇൻ ടു സ്മോൾ പീസസ് മേക്കിംഗ് ഷുവർ ദേ ആർ ഓൾ റഫ്ലി ദ സെയിം സൈസ്. ഇത് വേണമെന്നില്ല, നിങ്ങൾ കട്ട്സ് ഈച്ച് ഫ്രൂട്ട് ഇൻ ടു സ്മോൾ പീസസ് എന്ന് എഴുതിയാൽ മതി. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എല്ലാം സെയിം സൈസ് ആവണമെന്ന്. ഷീ ജനറലി മിക്സസ് ഓൾ ദ ഫ്രൂട്ട് പീസസ് ടുഗദർ ഇൻ ദ ബൗൾ. ഒരു ബൗളിലിട്ടു, എന്നിട്ട് മിക്സ് ചെയ്തു. ആമിന സ്ക്വീസസ് എ ബിറ്റ് ഓഫ് ഓറഞ്ച് ജ്യൂസ് ഓവർ ദ ഫ്രൂട്ട് സാലഡ് ടു ഹാഡ് സം എക്സ്ട്രാ ഫ്ലേവർ. അപ്പോൾ കുറച്ച് എക്സ്ട്രാ രുചിയൊക്കെ ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് ആമിന ഒരു ഓറഞ്ചിൻ്റെ പീസ് സ്ക്വീസ് ചെയ്തു, പിഴിഞ്ഞു. ഷീ ക്യാൻ സ്പ്രിങ്കിൾ എ സ്മോൾ എമൗണ്ട് ഓഫ് ഷുഗർ ഓവർ ദ സാലഡ്. ഇനി വേണമെങ്കിൽ പഞ്ചസാര വിതറാം. ആമിന ക്യാൻ സ്പ്രിങ്കിൾ സം ചോപ്ഡ് നട്ട്സ് ലൈക്ക് ആൽമണ്ട് ഓർ വാൾനട്ട്സ് ഓവർ ദ സാലഡ്. ഡെലീഷ്യസ് സാലഡ് റെഡി. ഇനി ആവശ്യമെങ്കിൽ നല്ല ചോപ്പ് ചെയ്ത നട്ട്സും ആൽമണ്ട്സും വാൾനട്ട്സും ഒക്കെ സാലഡിൽ നമുക്ക് വിതറാം. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ഫ്രൂട്ട് സാലഡ് റെഡിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, റീ അറേഞ്ച് ദ ഈവൻറ്റ്സ്. ഇപ്പം ഒരു ഈവൻറ്റ്സൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നൽകും. അത് നമ്മൾ ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്ക് എല്ലാ സംഭവം ഇവിടെ തരും, പക്ഷെ നമ്മളത് ഓർഡറിൽ എഴുതിയാൽ മതി. സം ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറീസ് സിൻഡ്രല്ല ആർ ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് ഓർഡർ. അറേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇപ്പം ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. നോക്കാം. ദ ഫെയറി ഗുഡ് മദർ മെയ്ഡ് ഹെയർ റെഡ് കോച്ച് ഫോർ സിൻഡ്രല്ല. സിൻഡ്രല്ലയ്ക്ക് വേണ്ടി ഒരു റെഡ് കോച്ച് ഉണ്ടാക്കി. ദ ഫെയറി ചേഞ്ച് ദ ലിസാർഡ്സ് ഇൻ ടു ഫുഡ്മെൻറ്റ്. അപ്പോൾ ലിസാർഡ്സിനെ ഫുഡ്മെൻ ആക്കി മാറ്റി. സിൻഡ്രല്ല സിസ്റ്റേഴ്സ് ജോയിൻ ദ ബോൾ. ആ പാർട്ടിയിൽ സിൻഡ്രല്ലയുടെ സിസ്റ്ററും ജോയിൻ ചെയ്തു. സിൻഡ്രല്ല റീച്ച്ഡ് ദ ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. സിൻഡ്രല്ല പാർട്ടിക്ക് എത്തിയത് എങ്ങനെയാണ്? നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. ഓൾ മൈസ് വർ ടേൺഡ് ഇൻ ടു 6 വൈറ്റ് ഹോസ്. എലികളൊക്കെ എന്തായി മാറി? 6 വൈറ്റ് ഹോസായി, 6 നല്ല വെള്ള കുതിരകളായി മാറി.
ഫാരി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാൻഡ് ആൻഡ് ദ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ്. അപ്പോൾ ഫാരി ബാൻഡ് എടുത്തിട്ട് സിൻഡ്രല്ലയെ തൊട്ടപ്പോൾ എന്താ മാറിയ റാക്സ്, തുന്നി കീറിയ അതാ റാക്സൊക്കെ ചാക്കൊക്കെ എന്തായി, നല്ല ബ്യൂട്ടിഫുൾ ക്ലോത്ത്സായി മാറി. ഇനി റീ അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് സിൻഡ്രല്ല റീച്ച്ഡ് ദ ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റൊക്കെ നമ്മൾ എഴുതണം. ദ ഫാരി ഗോഡ് മദർ ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാൻഡ് ആൻഡ് ദ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ്. ആദ്യം എന്താ സംഭവിച്ച, റാക്സൊക്കെ ബ്യൂട്ടിഫുൾ ക്ലോത്ത്സായി മാറി. നെക്സ്റ്റ്, ദ ഫാരി ഗോഡ് മദർ മെയ്ഡ് എ റെഡ് കോച്ച് ഫോർ സിൻഡ്രല്ല. പിന്നെ പോകാനായിട്ട് ഒരു വാഹനം ഉണ്ടാക്കിയല്ലേ. ഓൾ മൈസ് വെർ ടേൺഡ് ഇൻ ടു 6 വൈറ്റ് ഹോഴ്സ്. പിന്നെ എന്താ സംഭവിച്ചത്, മൈസൊക്കെ 6 വൈറ്റ് ഹോഴ്സസ് ആയി. ദ ഫയറി ചേഞ്ച്ഡ് ദ ലിസാർഡ്സ് ഇൻ ടു ഫൂട്ട്മാൻ. ഫൂട്ട്മാൻ ആക്കി ആരാണ് മാറ്റിയത്, ലിസാർഡ്സിനെയാണ് ആക്കി മാറ്റി. സിൻഡ്രല്ല റീച്ച്ഡ് ദ ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. നല്ല അടിപൊളി ഡ്രസ്സിലെത്തി. സിൻഡ്രല്ല സിസ്റ്റേഴ്സ് ജോയിൻഡ് ദ ബോൾ. സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സും ബോളിൽ വന്നു, അതായത് പാർട്ടിക്ക് വന്നു. ഓക്കെ, ഇനി അടുത്തത് ഒരു വേർഡ് പസിലാണ്, നോക്കാം. പ്ലേസ് നിയർ എ ഹൗസ് വെർ ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ ആർ ഗ്രോൺ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ വളരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്, ഗാർഡൻ അല്ലേ, GARDEN, ഗാർഡൻ, പൂന്തോട്ടം. ഇനി മൂന്നാമത്തേത് നോക്കാം, ഗ്രൂപ്പ് ഓഫ് ട്രീസ്. ഗ്രൂപ്പ് ഓഫ് ട്രീസിനെ നമ്മൾ എന്താ പറയുക, ഗ്രൂപ്പ് ഓഫ് ഒരു കൂട്ടം ട്രീസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഗ്രോവ്. എന്താണ്, GROVE, ഗ്രോവ്. ഇനി അടുത്തത് നാലാമത്തെ, സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി. സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി എന്താണ്, പ്രറ്റി. എന്താണ്, പ്രറ്റി, സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി. ഇനി ഇൻ്റലിജൻറ്റിന് എന്താ പറയുക, ഡൗണിലേക്കാണ്, ക്ലവർ. ഓപ്പോസിറ്റ് ഓഫ് ഓൾഡ്, ഓൾഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, യങ്, YOUNG. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം, തോട്ട്സ് ആണ് എഴുതേണ്ടത്. രാജ വാസ് മിസ്സിങ്. രാജ മിസ്സിങ് ആണ്. ഗ്രാൻഡ് ഫാദർ വാസ് അപ്സെറ്റ്. ഗ്രാൻഡ് ഫാദർ അപ്സെറ്റ് ആണ്. ദ സെർവൻസ് കുഡ് നോട്ട് ഫൈൻഡ് രാജ. സെർവൻസിന് രാജയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. Grandfather started walking up and down the courtyard. He became silent and started to pray. A lot of thoughts came to his mind. What would be the thoughts of grandfather? Write down the thoughts of grandfather. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ രാജയെ കാണാതെ വളരെ അപ്സെറ്റായി. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. എന്തായിരിക്കാം, ഐ ആം വെരി വെറീഡ് ബിക്കോസ് രാജ ഈസ് മിസ്സിങ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തുകൊണ്ടാണ്, രാജ ഈസ് മിസ്സിങ്. I am very worried because Raja is missing. I miss him a lot and want him to back home safely. എനിക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ സുരക്ഷിതനായി ഇവിടെ എത്തിച്ചേരണേ. ഐ ആം സ്കെയർഡ് ആൻഡ് ഫീൽ എംപ്റ്റി വിത്തൗട്ട് ഹിം. എനിക്ക് അവനില്ലാതെ എന്തോ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു. എനിക്ക് അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു. എനിക്ക് പേടിയാവുന്നു. ഐ ഹോപ്പ് സമൺ ഫൈൻഡ്സ് ഹിം സൂൺ ആൻഡ് ബ്രിങ്സ് ഹിം ബാക്ക് ടു മീ. അപ്പോൾ ആരെങ്കിലും അവനെ കണ്ടെത്തി കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു തോട്ട്സും കൂടി, 2 മോഡലുണ്ട്, വേറൊരു തോട്ട്സും കൂടി നോക്കാം. വേർ കുഡ് ബി രാജ ബി. എവിടെ ഇരിക്കും രാജ ഇപ്പോൾ. ഐ ഹോപ്പ് ഹി ഈസ് സേഫ്. അവൻ സേഫായ ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കുകയാണ്. ഐ ഷുഡ് ഹാവ് കെപ്റ്റ് എ ക്ലോസർ ഐ ഓൺ ഹിം. ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. വാട്ട് ഇഫ് സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻ ടു ഹിം. അവൻക്ക് എന്തെങ്കിലും അപകടം പറ്റിയ എന്താ സംഭവിക്കുക. വാട്ട് ഇഫ് സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻ ടു ഹിം. അവൻക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, പറ്റിയാൽ എന്ത് ചെയ്യും. ഐ ഹോപ്പ് ദ സെർവൻസ് ആർ സെർച്ചിങ് എവരിവർ. സെർവൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നു തോന്നും. പ്ലീസ് ഗോഡ് കീപ് രാജ സേഫ് ആൻഡ് ബ്രിങ് ഹിം ബാക്ക് ടു മീ. ദൈവമേ, രാജനെ നല്ല സേഫ് ആക്കി നിർത്തണേ, എന്നിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരണേ എന്ന്. അങ്ങനെ തോട്ട്സ് 2 ഉണ്ട്. അപ്പം നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ദുർഗ ഹോൾഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹിസ് ഹാൻഡ്സ്. അപ്പോൾ ദുർഗ ഹോൾഡ് നല്ല ഹെൽഡ്, പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഹോൾഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ഹോൾഡിൻ്റെ പാസ്റ്റ് ടെൻസ് ഹെൽഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, കോക്കനട്ട് ഷെൽ ഇൻ ഹിസ് ഹാൻഡ്സ് അല്ല ഇവിടെ വേണ്ടത്, ഹെർ ഹാൻഡ്സ് ആണ്. ദുർഗ എന്ന് പറയുന്ന ഗേളാണ്, അപ്പോൾ ഇൻ ഹെർ ഹാൻഡ്സ്. ഷീ ലോവേർഡ് ടു ഷോ അപ്പു. അപ്പുവിന് എന്താണ് സ്പെല്ലിങ്, ക്യാപിറ്റൽ ലെറ്റർ. അതായത് ഒരു പേരൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം.
അപ്പോൾ ഇറ്റ്സ് കണ്ടൻ സ്ലൈസസ് ഓഫ് ടെൻഡർ. ടെൻഡറിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. TENDER ആണ് ടെൻഡറിൻ്റെ സ്പെല്ലിങ്. ഗ്രീൻ മാംഗോ ബിഫോർ ഹാഡ് സീഡ് അല്ല സീഡ് ഹാഡ്. ഇത് തിരിച്ചിട്ടാണ് എഴുതേണ്ടത്. സീഡ് ആദ്യം വരണം. സീഡ് ഹാഡ്. ഇപ്പോൾ ഒരേ പാറ്റേണിലുള്ള എഡിറ്റിംഗ് തന്നെ ആയിരിക്കും വരിക. എല്ലാത്തിനും തിരിച്ചിടുക, പിന്നെ ടെൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ എഴുതാനുണ്ടാവും, അങ്ങനെ പിന്നെ സ്പെല്ലിംഗ് തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും എഡിറ്റിംഗ് വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ടെൻഡർ എന്നുള്ളത് ടെൻഡർ എന്നുള്ളത് ടെൻഡർ സ്പെല്ലിങ് മാറ്റണം. ഹാഡ് സീഡ് എന്ന് പറയുന്നത് സീഡ് ഹാഡ് എന്ന് നമ്മൾ എഴുതാം. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു കോൺവെർസേഷൻ നമ്മൾ പഠിക്കുകയാണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ അങ്കിൾ ആൻഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ രാജയെ കാണാതായി. അപ്പോൾ അങ്കിൾ വരികയാണ്. അപ്പോൾ അങ്കിളും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് നോക്കാം. ഗ്രാൻഡ് ഫാദർ: ഓ ഡിയർ ഗോഡ്, പ്ലീസ് ബ്രിങ് മൈ ഗ്രാൻഡ് സൺ ബാക്ക് ടു മീ. ദൈവമേ, എൻ്റെ ഗ്രാൻഡ് സണ്ണിനെ എനിക്ക് തന്നെ തരണമേ. അപ്പോൾ അങ്കിൾ: ഫാദർ, വാട്ട്സ് റോങ്, യു ലുക്ക് വെറീഡ്. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഗ്രാൻഡ് ഫാദർ: മൈ ഗ്രാൻഡ് സൺ ഈസ് മിസ്സിങ്. ഐ വാസ് പ്രേയിങ് ഫോർ ഹിസ് സേഫ് റിട്ടേൺ. എൻ്റെ ഗ്രാൻഡ് സൺ മിസ്സിങ് ആണ്. അവന് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഡോണ്ട് വറി ഫാദർ, വി വിൽ ഫൈൻഡ് ഹിം. വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഹിം? നമുക്ക് അവനെ കണ്ടുപിടിക്കാം. Grandfather: he was playing outside this morning. അവനിവിടെ കളിക്കുകയായിരുന്നു. അങ്കിൾ: ലെറ്റ് us search the house and the surrounding areas. I am sure he will turn up soon. നമുക്ക് ഇവിടെയൊക്കെ തിരഞ്ഞു നോക്കാം. അവൻ എന്തായാലും തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ് ഇസ് ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം ഓണം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഒരു കോംപ്രിഹെൻഷനും അതേപോലെ തന്നെ ഫ്രൂട്ട് സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതേപോലെ റീ അറേഞ്ച് ദ ഈവൻസും നമ്മൾ ചെയ്തു. അതേപോലെ വേർഡ് പസിൽ, തോട്ട്സ്, ഒരു കോൺവെർസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുക. ക്ലാസ് 6 സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓണം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.